Hello dear friends, CrazyMachanz ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. മച്ചാമാരെ ഇന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലൻ ഒരു വെൽഡിംഗ് ടിപ്പ് ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ വെൽഡിംഗ് ടിപ്പ് കിഡിലൻ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ആർക്ക് മെഷീൻ, നമ്മുടെ ഒരു പഴയ ഒരു ആർക്ക് മെഷീനില്ലേ അത് വെച്ചിട്ട് നമുക്ക് ടിഗ് വെൽഡിംഗ് ചെയ്യാവുന്ന ഒരു വെൽഡിംഗ് ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ സാധാരണപ്പെട്ട ഒരാൾക്ക് എല്ലാവർക്കും ഉപകാരമാവും. കാരണം എന്ന് വെച്ചാൽ ഒരു ടിഗ് മെഷീൻ നമുക്ക് വാങ്ങണം പറഞ്ഞു വെച്ചാൽ ഒരു 10,000-20,000 രൂപയുടെ മേലെ ആവുന്ന കോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേണ്ടത് പറഞ്ഞു വെച്ചാൽ ടിഗ് വെൽഡിംഗ് ടോർച്ച് നമുക്കിതിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ടിഗ് ആർക്ക് വെല്ലേ നമ്മൾ സാധാരണ വെൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടിഗ് വെൽഡിംഗ് ടോർച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഞാനത് എന്ന് പറയുമോ ഇപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടിഗ് വെൽഡിംഗ് ടോർച്ച് തന്നെ അഴിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആർക്ക് പോണ ടോർച്ചിൻ്റെ നോബ്. അപ്പോൾ അത് ഊരി ഇതിൻ്റെ ടിഗർ ഹോൾഡർ സ്വിച്ചിൻ്റെ പവർ പോണതാണ്. അപ്പോൾ അത് ഞാൻ ഊരി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഫുള്ളിരുന്ന് വീഡിയോ ഇരുന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പോരി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് പോകുന്ന ലൈനാണ്, അതും കൂടി ഊരണം. അപ്പോൾ അതും കൂടി നമുക്കിപ്പോൾ ഊരാം. ഇത് അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ടിഗ് വെൽഡിംഗ് ടോർച്ച് ഇല്ല പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. വലിയ കോസ്റ്റ് ഒന്നുമില്ല, 10,000-3,000 രൂപയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതുപോലെ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ്, ഇത് ആർഗൺ ഗ്യാസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ അവിടുത്തെ ഈ സിലിണ്ടറിലേക്ക് പോകുന്ന കണക്ഷൻ ഞാൻ കൂടി അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ഞാനിതിപ്പോൾ അഴിച്ചെടുക്കും. അപ്പോൾ ഇതാണ് മെഷീനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ടിഗ് മെഷീനിലോട്ട് പോയിട്ടുണ്ടായിരുന്ന ഗ്യാസിൻ്റെ കണക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, അത് നേരെ ആർക്ക് മെഷീനിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടിഗ് വെൽഡിങ്ങിൻ്റെ ടോർച്ച് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ടിഗ് വെൽഡിംഗ് ടോർച്ച് നിങ്ങളുടെ അടുത്ത് ഇല്ല പറഞ്ഞതെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് രീതിയിൽ പർച്ചേസ് ചെയ്യാം. അതെന്ന് വെച്ചാൽ 10,000-3,000 രൂപേൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ 3,000-3,500 രൂപേൻ്റെ അടുത്തുണ്ട് പറഞ്ഞു വെച്ചാൽ ഒരു ടിഗ് വെൽഡിംഗ് ടോർച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഈ ടിഗ് വെൽഡിംഗ് ടോർച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ആർക്ക് മെഷീൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇതുപോലെ ആർക്ക് മെഷീൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ആർക്ക് മെഷീൻ നമ്മളിപ്പോൾ ഹോൾഡർ കൊടുക്കുന്ന ഭാഗം ഇതുപോലെയാണ് ഹോൾഡർ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോൾഡർ കൊടുത്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യണ ആ ഭാഗമില്ലേ, ആ ഭാഗം എന്ത് ചെയ്യുന്നറിയോ, ഈ ഇതിൻ്റെ പവർ പോകുന്ന ഭാഗത്ത് കണക്ഷൻ കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇതിലോട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് വെൽഡിംഗ് മെഷീനിലോട്ട് ഈ മെഷീനിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് വ്യത്യാസമായതുകൊണ്ടാണ്. അപ്പോൾ മെയിലും ഫീമെയിലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് ഹോൾഡറിൻ്റെ വയറിൽ തന്നെ ഇത് വെറുതെ ക്ലിപ്പ് ചെയ്തിടാനാണ് പോകണം. ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് സേഫായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷം നമ്മളിപ്പോൾ ടോർച്ചിൽ നിന്ന് വന്നിട്ടുള്ള മെഷീനിൽ കൊടുക്കാനുള്ള ഒരു ഇപ്പോൾ നമുക്ക് അതിന് ടോർച്ചിൽ നിന്ന് മെഷീനിൽ കൊടുക്കാനുള്ള
ഫിറ്റിങ്സ് ഉണ്ട്. അത് നേരിട്ട് ഇതിന്ന് വന്നിട്ടുള്ള ഫിറ്റിങ്സ് നേരിട്ട് സിലിണ്ടറിലേക്ക് കൊടുക്കുക. സിലിണ്ടറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ചാവി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റായിട്ട് എയർ പോവും, ഗ്യാസ് പോവും, ഡയറക്റ്റായിട്ട് ഗ്യാസ് പോവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ടോർച്ച് വാങ്ങുക. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പഴയ മോഡൽ ടോർച്ചാണ്, ഇതും അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ടോർച്ച് വാങ്ങിയിട്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലൊരു വാൾവ് ഉണ്ട്. ഇതിൽ ഈ വാൾവ് തുറന്നാൽ മാത്രമേ ഗ്യാസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും വന്നിട്ട് ഡയറക്റ്റ് ഇതിൽ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഉപയോഗം തന്നെ രണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരു ആർക്ക് മെഷീൻ ഉണ്ട് പറഞ്ഞാൽ ടിഗും ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ടിഗ് ആൻഡ് ആർക്കുള്ള വലിയ മെഷീൻ വാങ്ങേണ്ടതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് നേരെ വെൽഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് ഈ ഇതുപോലത്തെ വാൾവ് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് വരുന്ന സ്വിച്ച് ഈ വയറ് വരുന്നത് പറഞ്ഞാൽ വെച്ചാൽ ഇത് സ്വിച്ചിൻ്റെയാണ്. ഇത് സ്വിച്ച് നമുക്കിതിൽ വർക്കാവില്ല. കാരണം വെച്ചാൽ ഇത് നമുക്ക് വർക്കാവില്ല. ഇതിന് അഡീഷണൽ ഒരു ബോർഡ് വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വല്ലാത്ത കോസ്റ്റ്ലിയാണ്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വിടുക. അതിന് ശേഷം നമ്മളിപ്പോൾ മെറ്റീരിയൽ നമ്മൾ ജോയിൻറ്റ് വെൽഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ടിഗ് അടിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചെയ്യാറ്, മെറ്റീരിയൽ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ സ്വിച്ചിൽ നെക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ പവർ സ്പാർക്ക് ഓണാവും. സ്പാർക്ക് ഓൺ ആയി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളിങ്ങനെ വെൽഡ് ചെയ്തല്ലേ പോവുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുക പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി നമ്മളിപ്പോൾ ആർക്ക് റാഡ് ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ വെൽഡായിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കപ്പ് ഇതിൽ കൊണ്ടിട്ട് നോസിലൂടെ മെറ്റീരിയൽ കൊണ്ട് ടച്ച് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ വെൽഡിങ് ചെയ്യാൻ പോകണം, നോസിൽ കൊണ്ട് ടച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ടെൻഷനർ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ടെൻഷനർ ഇതിൽ ചുമ്മാ ഒന്ന് ടച്ച് ചെയ്തെടുക്കുക. ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഉടനെ തന്നെ സ്പാർക്കായി ഉടനെ തന്നെ ചെറുതായിട്ട് പൊക്കിയിട്ട് പിന്നെ സാധാരണ രീതിയിൽ വെൽഡ് ചെയ്ത് പോകുക. അങ്ങനെ തന്നെ വെൽഡ് ചെയ്ത് നമുക്കിപ്പോൾ അവസാനിക്കുന്ന ഭാഗമാകുന്ന സമയത്ത് ഇങ്ങനെ മോളിക്ക് ഇങ്ങനെ ഒരു മോളിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കാതെ അങ്ങനെ തന്നെ മോളിക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ മോളിക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് അറിയോ, കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് സ്പാർക്ക് ഒന്ന് ടെൻഷനർ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്ക് മെഷീൻ ബന്ദ് ചെയ്യാം. എന്നാണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ പവർ വരുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്ത് നോക്കാം. പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലുപോലെ ടച്ച് ചെയ്ത് വെക്കുക. ടച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ടെൻഷനർ അതിൽ മുട്ടുമ്പോൾ തന്നെ സ്പാർക്കാവും. അതുപോലെ തന്നെ സ്പാർക്കാവും, വെൽഡിങ് സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വെൽഡ് തുടങ്ങാം. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതിൽ കൊണ്ടുപോയി മുട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ തന്നെ സ്പാർക്കാവുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമുക്കിങ്ങനെ അടിച്ചിട്ട് പോവുക. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിലും പിടിക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ സാധാരണ വെൽഡിങ് ചെയ്യുന്ന പോലെ നമുക്ക് റാഡ് ഇങ്ങനെ കുത്തി എടുത്തിട്ട് പോവുക. എത്ര തിക്നെസ് കുറഞ്ഞാലും കൂടിയാലും നമുക്ക് വിഷയമില്ല. കാരണം വെച്ചാൽ നമുക്ക് പവർ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചതെന്ന് വെച്ചാൽ സുഖമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ നമുക്ക് അടിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ പവർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണത്, എത്ര പവർ വേണം, ഇപ്പോൾ 1 മില്ലിക്ക് എത്ര പവർ വെക്കണം, 2 മില്ലിക്ക് എത്ര വെക്കണം എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെൽഡ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ആർക്കിൽ നമുക്ക് ഏത് ജോബ് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു ജോബ് സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ വരുന്ന സമയത്ത് വളരെ കൂളായിട്ട് തന്നെ നമുക്കിപ്പോൾ ആ വെൽഡിങ് മെഷീൻ കൊണ്ട് നമ്മളിപ്പോൾ ഒരു 10,000-3000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ കൊടുത്തിട്ട് ഇറക്കിയ വെൽഡിങ് മെഷീനാണ് പറഞ്ഞു വെച്ചാൽ, ആ പഴയ വെൽഡിങ് സെറ്റാണ് പറഞ്ഞു വെച്ചാൽ അതിൽ തന്നെ വെൽഡ് ചെയ്ത് പോകാം. ഇങ്ങനെ അവസാനം ഇത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മോളിക്കാക്കി എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഡയറക്റ്റ് ഇപ്പോൾ കറണ്ട് വരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നു, മെഷീൻ ഓഫാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെൽഡ് ചെയ്ത് പോകാം.
മച്ചാന്മാരെ നമ്മളിപ്പോൾ വെൽഡ് ചെയ്ത് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വെൽഡിങ് ആയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഏത് ജോബും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇത് മാത്രം മതി നമുക്ക്. ഒരു ആർക്ക് മെഷീൻ, പഴയ ഏതെങ്കിലും ഒരു ആർക്ക് മെഷീൻ മാത്രം മതി. അപ്പോൾ ആർക്ക് മെഷീൻ മാത്രം ഉണ്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഒന്നും കൂടി ഞാൻ വെൽഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലാണ് എൻ്റെ പവർ പ്ലഗ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇതാണ് കണക്ഷൻ. ഇവിടെയാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് നമുക്ക് നേരെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഗ്യാസ് ഇവിടെയാണ് കണക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ വാൾവ് നമുക്കിത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇത് വാൾവ് തുറന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇത് ഗ്യാസ് വരും. അപ്പോൾ നമുക്കിതിൽ കൊണ്ട് ഇങ്ങനെ വെച്ചാലൊന്നും സ്പാർക്കാവില്ല. ഇതിൽ മുട്ടിച്ച ഉടനെ തന്നെ നമ്മുടെ സാധാരണ ടിഗ് വെൽഡിങ് ചെയ്യുന്ന പോലെ ഒരു സ്പാർക്ക് വരും. അതുപോലെ ഇങ്ങനെ നമുക്ക് വെൽഡിങ് കഴിഞ്ഞു എടുക്കണം പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. അങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ടിഗ് വെൽഡിങ് ചെയ്ത പോലെയുള്ളൊരു ടിഗ് വെൽഡിങ് പോലെ എന്നല്ല, ടിഗ് വെൽഡിങ് ചെയ്ത ആ ഫിനിഷിങ്ങിൽ നമുക്കിത് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ആർക്ക് മെഷീൻ തന്നെ മതി, ഒരു പഴയൊരു ആർക്ക് മെഷീൻ തന്നെ മതി. ആർക്ക് മെഷീൻ മാത്രം മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ വലിയ ടിഗ് മെഷീൻ വേണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്താണെന്നറിയോ ഇതുപോലെ വെൽഡ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഈ വാൾവുള്ള സ്വിച്ചും കൂടി ആകുമ്പോൾ നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്തിടാം. അവിടെ പോയിട്ട് സിലിണ്ടറിൽ എപ്പോഴും പോയിട്ട് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിടാം. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്കിത് ഏറ്റവും കൂടുതൽ ഉപയോഗമാകും. കാരണം വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരു വർക്ക്ഷോപ്പ് ഫീൽഡിലൊക്കെ പോണവർക്ക് എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും ഒരു ചെറിയൊരു വെൽഡിങ് സെറ്റ്. അപ്പോൾ ആർക്ക് മെഷീൻ. അപ്പോൾ നിങ്ങളിത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല വെൽഡിങ് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് അടിച്ച് ഇതാക്കുന്ന സമയത്ത് നമുക്കൊരു വെൽഡിങ് ടിഗ് ഫിനിഷിങ് ഇല്ല പറഞ്ഞിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി. വളരെ കൂളായിട്ട് തന്നെ ചെയ്താൽ മതി. ആർഗൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചെറിയ സിലിണ്ടറിൽ നമുക്ക് കിട്ടും. അതും വാങ്ങിക്കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോർച്ച് മാത്രം പർച്ചേസ് ചെയ്യുക. ടോർച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്കിപ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ ഒരു പഴയ ആർക്ക് മെഷീൻ ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഒരു ടോർച്ച് പർച്ചേസ് ചെയ്യാൻ 10,500 രൂപ ചിലവുണ്ടുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ലിങ്കിൽ കയറി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ മാത്രം പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ആർഗൺ ഗ്യാസ് നിങ്ങൾക്ക് സുഖമായിട്ട് ചെറിയ ബോട്ടിലുകളിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതും പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയ ജോബുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി നല്ലൊരു കോസ്റ്റ് മുടക്കിയിട്ട് ടിഗ് വെൽഡിങ് മെഷീനും വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആർക്ക് മെഷീൻ വെച്ചിട്ട് തന്നെ നമുക്ക് ടിഗ് വെൽഡിങ്ങും ആർക്ക് വെൽഡിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ടിഗ് വെൽഡിങ് ടോർച്ചിന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആർക്ക് വെൽഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിഗ് വെൽഡിങ് ടോർച്ച് വെച്ചിട്ടാണ് ആർക്ക് മെഷീനിൽ നമ്മൾ ടിഗ് വെൽഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വരണമെന്ന് വെച്ചാൽ ആർക്ക് മെഷീൻ്റെ ടോർച്ച് വെച്ചിട്ട് ആർക്ക് മെഷീൻ്റെ ഹോൾഡർ വെച്ചിട്ട് തന്നെ നമുക്ക് ടിഗ് വെൽഡിങ് ചെയ്യാവുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഇതുപോലുള്ള ടിപ്സുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ നോക്കി എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കാൻ വെച്ചാൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഗുഡ് ബൈ.